ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ബിസിനസ്സിൽ ഡിസിഷൻ എടുക്കുന്നത്. ഒന്ന് പാളിയ വലിയ നഷ്ടം ഉണ്ടാവുക. അതേ ഡിസിഷൻ തന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് വിജയിച്ച് മുന്നോട്ട് പോകും. പലപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് ബിസിനസ്സുകാരെത്തുന്നത് റോങ് ആയിട്ടുള്ള കുറേ ഡിസിഷൻസ് എടുത്തിട്ടാണ്. ഒരാളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയാളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം തെറ്റായ തീരുമാനങ്ങളാണ്. ഈ തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണ് അദ്ദേഹം പാഠം പഠിച്ചത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ശരിയായ തീരുമാനത്തിലേക്ക് എത്തുകയും ആ ശരിയായ തീരുമാനമാണ് അയാൾ വിജയത്തിലേക്ക് എത്തിച്ചത്. തീരുമാനങ്ങളെന്ന് പറയുന്നത് ചില കേസിൽ ബിസിനസ്മാന്മാർ ഒരുപാട് ആലോചിച്ച് എടുക്കാതിരിക്കുന്നവരുണ്ട്. അങ്ങനെയാവും ചില തീരുമാനങ്ങൾ എടുക്കണം. കുറേ തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ടാകുന്നത് നല്ലത്. പരമാവധി അതിൻ്റെ ഫെയിലിയർ റേഷ്യോ അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കുറക്കാൻ നമുക്ക് സഹായിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 16 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. രണ്ടാമത്തത്, അത് എന്തിനാണ് ഞാൻ എടുക്കുന്നത്? ഇത് എടുത്താൽ ഉണ്ടാകാനുള്ള നേട്ടങ്ങൾ എന്തൊക്കെ? ഇതെടുത്താൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെ? ഈ ഡിസിഷൻ ഞാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ എങ്ങനെയെങ്കിലും ബാധിക്കും? ഇതിനെത്ര ബജറ്റ് വരും? അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആരുടെയെല്ലാം എനിക്ക് സഹായം വേണ്ടി വരും? എന്തെല്ലാം റിസോഴ്സ് വേണ്ടി വരും? സോഫ്റ്റ്വെയർ വേണ്ടി വരുമോ? ടെക്നോളജി സപ്പോർട്ട് വേണ്ടി വരുമോ? ട്രെയിനിങ് സപ്പോർട്ട് വേണ്ടി വരും? ഇതെല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അങ്ങനെ ഡിസിഷൻ എടുത്തതിന് ശേഷം ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ടീമിൻ്റെ കൂടെ ഇരുന്നിട്ട് വീണ്ടും ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അപ്പോൾ അതൊരു വളരെ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് പോയിട്ട് ആ ഡിസിഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ ചെറിയ ശതമാനം ഇതിന് സാധിക്കും.